നമ്മുടെ ഇന്ത്യയിൽ ഒരു വർഷം 2000 ടൺ ചന്ദനത്തിന്റെ ആവശ്യം, പക്ഷേ 100 ടൺ പോലും. അതുകൊണ്ടാണ് പണ്ട് ടിപ്പു സുൽത്താൻ നിരോധിച്ചിരുന്ന ചന്ദനം 2002 എല്ലാവരും വീട്ടിൽ വെക്കണം പറഞ്ഞു. അതിനുശേഷം ഇതാരും ചെയ്യാത്ത കാരണം 2017 കേന്ദ്രത്തിൽ നിർമ്മല സീതാരാമൻ 2000 കോടി രൂപ ചന്ദന കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇത് 4 സംസ്ഥാനങ്ങളിലെ വളരുള്ളൂ: പശ്ചിമഘട്ടം, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം. എന്നിട്ടും കേരളത്തിൽ ആരും ചെയ്തില്ല. അങ്ങനെയാണ് കഴിഞ്ഞ 2024 ഫെബ്രുവരി 5-ാം തീയതി നമ്മുടെ കേരള ബജറ്റിൽ 50 കോടി രൂപ ചന്ദന കൃഷിക്ക് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ചെയ്തില്ല. അതുകൊണ്ട് ജസ്പേഡ് കമ്പനി കേരളത്തില് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള 1400 ഏക്കർ സ്ഥലം ഇതിനെ 5 സെന്റ് ഭൂമിയാക്കി സാധാരണക്കാർക്ക് വിറ്റുകൊണ്ട് നിങ്ങൾക്കും സമ്പന്നനാകാനുള്ള ഒരു അവസരമാണ് ഇതിന് കൊടുക്കുന്നത്. പറഞ്ഞു, ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 600 മീറ്റർ ഹൈറ്റുള്ള സ്ഥലത്ത് മാത്രമേ ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. കേരളത്തിൽ 600 മീറ്റർ ഹൈറ്റുള്ള 3 ജില്ലകളേ ഉള്ളൂ. 1 ഇടുക്കി, 2 പത്തനംതിട്ട, 3 വയനാട്. ഇത് ഇടുക്കിയും പത്തനംതിട്ടയും ഓൾറെഡി റെഡ് സോണിൽ കിടക്കുന്ന ജില്ലകളാണ്. അതിൽ വയനാടിൻ്റെ ചെറിയ ചൂരൽമല പോലുള്ള പ്രദേശങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഗ്രീൻ സോണാണ്. അതോടൊപ്പം തന്നെ ബ്ലാക്ക് സോയിൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കിട്ടുന്ന സ്ഥലവും വയനാട്ടിലാണ്. അതുകൊണ്ട് ഞങ്ങൾ വയനാട് 100 ഏക്കർ മേലെ സ്ഥലം എടുത്ത് അതിൻ്റെ കൃഷി തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് 5 സെന്റ് ഭൂമി ആദ്യം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ